വെൽക്കം ബാക്ക്. സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ക്രിസ്മസ് ആയിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും നിന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂ ഇയറും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ഇതുവരെ പഠിച്ച ഗ്രാമർ ഭാഗങ്ങൾ ഒരുവിധം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു റിവിഷൻ പോലെ. പതിവ് പോലെ തന്നെ ഞാൻ പറയുന്ന സെന്റൻസസിനെ നിങ്ങൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുലിനെ കണ്ടിരുന്നു. ഇതെങ്ങനെയാ പറയുന്നത്? ഇവിടുത്തെ സബ്ജക്റ്റ് ഐ, ഞാനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, എ ഫ്യൂ ഡേയ്സ് എഗോ, അങ്ങനെ പറയാൻ നമുക്ക്. രാഹുലിനെ കണ്ടിരുന്നു, ഒബ്ജക്റ്റ് ആണ് രാഹുൽ. കണ്ടിരുന്നു, കഴിഞ്ഞുപോയ കാര്യമാണ്. കാണുക എന്നതിന് നമ്മൾ സി എന്ന് പറയും. കണ്ടു എന്നതിന് എന്ത് പറയും? സോ. അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം V2 അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇംഗ്ലീഷിലെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അതായത് ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വെർബ് വരും, അതിനുശേഷമാണ് ഒബ്ജക്റ്റ് വരിക. മലയാളത്തിൽ ഇത് ഇങ്ങനെയല്ല. മലയാളത്തിലെ സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിൽ നിന്ന് സെന്റൻസസിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും മിസ്റ്റേക്സ് വരും. കാരണം മലയാളത്തിലെ വേർഡ് ഓർഡർ അല്ല ഇംഗ്ലീഷിലുള്ളത്. ഇത് നമ്മൾ ഇങ്ങനെയാ പറയാം. ഞാൻ, ഐ, കണ്ടിരുന്നു അല്ലെങ്കിൽ കണ്ടു. ഐ സോ, ആരെ കണ്ടു? രാഹുൽ. ഐ സോ രാഹുൽ എ ഫ്യൂ ഡേയ്സ് എഗോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ രാഹുലിനെ കണ്ടിരുന്നു. ഇവിടെ എ ഫ്യൂ ഡേയ്സ് എഗോ എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇങ്ങനെ സമയം സൂചിപ്പിക്കുന്ന വാക്കുകൾ, സ്ഥലം സൂചിപ്പിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം പൊതുവെ ഇംഗ്ലീഷ് സെന്റൻസസിന്റെ അവസാനമായിട്ടാണ് വരിക. ഇതും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി ഇത് ഞാൻ പറയുമ്പോൾ കേൾക്കുന്നയാള് ചോദിക്കുന്നത് അതെയോ കണ്ടിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞ സെന്റൻസ് ഐ സോ രാഹുൽ എ ഫ്യൂ ഡേയ്സ് എഗോ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇനി കണ്ടുവോ അല്ലെങ്കിൽ കണ്ടിരുന്നോ എന്ന് ചോദിക്കുന്നതിന് അവരെന്താവും ചോദിക്കുന്നുണ്ടാവുക? ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആയിരിക്കും ചോദിക്കുക, അല്ലെ? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് ആണ് ഉപയോഗിക്കുക. ഡിഡ് ഉപയോഗിച്ചാണ് നമ്മളപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഡ് യു, അത്രയും പറഞ്ഞാൽ മതി. അതിന്റെ മുഴുവൻ ഫോം ഡിഡ് യു സീ ഹിം എന്നാണ്. നമ്മളത് മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഷോർട്ട് ക്വസ്റ്റ്യൻസേ നമ്മൾ സംഭാഷണത്തിൽ പൊതുവെ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഞാൻ അവനെ കണ്ടു എന്ന് പറയുമ്പോൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കാൻ ഡിഡ് യു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഡിഡ് യു സീ ഹിം എന്ന് മുഴുവനായി പറയേണ്ട ആവശ്യമില്ല. അവൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമ്മളിങ്ങനെ ഇപ്പോൾ, ഈ ദിവസങ്ങളിൽ, ഈ സമയത്ത്, ഇത്തരം ടൈം എക്സ്പ്രഷൻസിന്റെ ഒക്കെ കൂടെ നമ്മൾ പൊതുവെ കണ്ടിന്യൂസ് ടെൻസസ് ആണ് യൂസ് ചെയ്യുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. ഒരാൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇതെല്ലാം ചോദിക്കാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. പക്ഷെ അവരുടെ പെർമനന്റ് ആയ ജോലിയെ കുറിച്ച് അല്ലെങ്കിൽ അവർ പെർമനന്റ് ആയി എവിടെ താമസിക്കുന്നു അതെല്ലാം പറയുന്നതിന് നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അവൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നാണ്. അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? എന്താണ് ചെയ്യുന്നത്? ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ആ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്ത്, വാട്ട്. സബ്ജക്റ്റ് അവനാണ്, ഹി. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ING ആണ്. ഇതിൽ നമ്മൾ ഈസ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ആം ഉപയോഗിക്കുക ഐയുടെ കൂടെയാണ്, ആർ ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെയും യുവിന്റെയും കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. അതുകൊണ്ട് നമ്മളോട് ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? ഈസ് ആണ് ഉപയോഗിക്കുന്നത്. ഈസ് പ്ലസ് ING ആണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം. ക്വസ്റ്റ്യനിൽ നമുക്ക് ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുന്നിൽ വരും. അപ്പൊ അതെങ്ങനെയാ വരുന്നത്? വാട്ട് ഈസ് ഹി, അവൻ എന്താണ് ചെയ്യുന്നത്? ചെയ്യുക എന്നതിന് ഡു എന്ന വെർബ് നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ ING ഫോം ഡൂയിങ്. വാട്ട് ഈസ് ഹി ഡൂയിങ് ദീസ് ഡേയ്സ്, നൗ എ ഡേയ്സ്, നൗ, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എന്ന അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. അവൻ കോളേജിലാണ്. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഹി ഈസ് സ്റ്റഡിങ്, അവൻ പഠിക്കുകയാണ് എന്നർത്ഥം. ഹി ഈസ് സ്റ്റഡിങ് എന്ന് പറഞ്ഞാലും ഹി ഈസ് അറ്റ് കോളേജ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. അവൻ കോളേജിലാണ് എന്നതിന് അറ്റ് കോളേജ് എന്ന് പറയാം. യൂണിവേഴ്സിറ്റിയിലാണ് എന്നതിന് അറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം. അവൻ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് സൂചിപ്പിക്കാൻ വേണ്ടി ഹി ഈസ് അറ്റ് സ്കൂൾ എന്ന് പറയാം. ഹി ഈസ് സ്റ്റഡിങ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇവിടെ ഞാൻ എഴുതിയത് ഹി ഈസ് അറ്റ് കോളേജ് എന്നാണ്. അവൻ കോളേജിലാണ്. അവൻ എന്താണ് പഠിക്കുന്നത്? ഇതെങ്ങനെയാ ചോദിക്കുന്നത്? ഇതും ഒരു WH ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ എന്താണ് പഠിക്കുന്നത്? സബ്ജക്റ്റ് ഹി ആണ്. വാട്ട് ഈസ് ഹി സ്റ്റഡിങ്. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പഠിക്കുക എന്നതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ എപ്പോഴും ഉപയോഗിക്കുക പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വാട്ട് ഈസ് ഹി സ്റ്റഡിങ്, അവൻ എന്താണ് പഠിക്കുന്നത്? അവൻ പഠിക്കുന്നത് മാത്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹി ഈസ് സ്റ്റഡിങ് മാത്സ്. അവൻ പഠിക്കുന്ന ഫിലോസഫി ആണെന്നുണ്ടെങ്കിൽ ഹി ഈസ് സ്റ്റഡിങ് ഫിലോസഫി, അങ്ങനെ പറയാവുന്നതാണ്. നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഓൺഗോയിങ് ആയ ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അതായത് നമ്മൾ അവൻ ഇപ്പോൾ പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവൻ പഠനം തുടങ്ങിയിട്ട് കുറച്ചായിരിക്കുന്നു, ഏതാനും മാസങ്ങളോ ആഴ്ചകളോ ആയിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി അത് മുന്നിലേക്കും കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യും. അതായത് അവൻ ആ ആക്ടിവിറ്റിയുടെ മിഡിൽ എവിടെയോ ആണ്, സ്റ്റാർട്ട് ചെയ്തു ഫിനിഷ് ചെയ്തിട്ടില്ല. ആ അർത്ഥത്തിലാണ് നമ്മൾ പ്രസന്റ്
കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെയും അത് തന്നെ, അവൻ പഠിക്കുകയാണ്, അവൻ പഠനം തുടങ്ങിയിട്ടുണ്ട്, പൂർത്തിയായിട്ടില്ല, അവൻ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. വാട്ട് ഈസ് ഹി സ്റ്റഡിങ്? അവൻ എന്താണ് പഠിക്കുന്നത്? ഹി ഈസ് സ്റ്റഡിങ് ഫിസിക്സ് അല്ലെങ്കിൽ ഹി ഈസ് സ്റ്റഡിങ് കെമിസ്ട്രി. അവൻ അത് ആസ്വദിക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നമുക്കൊരു കാര്യം ഇഷ്ടമാണ്, ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മളത് പതിവായി ചെയ്യാറുണ്ട്, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അഫർമേറ്റീവ് സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാനും നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് എന്ന ഓക്സിലറി യൂസ് ചെയ്യണം. ഇവിടുത്തെ സബ്ജക്റ്റ് അവനാണ്, ഹി ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഏത് ഓക്സിലറിയാണ് യൂസ് ചെയ്യുക? ഡസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡസ് ഹി ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ഓക്സിലറി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. WH ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക WH ക്വസ്റ്റ്യൻ വേർഡ് വെച്ചാണ്. അതിന് ശേഷമാണ് ഓക്സിലറി വരിക, അതിനും ശേഷമാണ് സബ്ജക്റ്റ് വരിക. ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അവനത് ആസ്വദിക്കുന്നുണ്ടോ, എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് രണ്ട് ആൻസറേ ഉള്ളൂ. ഒന്നുകിൽ നമുക്ക് ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓക്സിലറി വെർബ് വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഡസ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡസ് ഉപയോഗിക്കാനുള്ള കാരണം അറിയാലോ, സബ്ജക്റ്റ് ഹി ആണ്. പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ഡു ഉപയോഗിക്കുക. ഡസ് ഹി എൻജോയ് ഇറ്റ്? അവൻ അത് ആസ്വദിക്കുന്നുണ്ടോ, അവൻ്റെ ആ പഠനം, ആ കോഴ്സ് അവൻ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നർത്ഥം. ഡസ് ഹി എൻജോയ് ഇറ്റ്? ഹി എന്നതിന് ശേഷം നമ്മൾ എൻജോയ് എന്ന വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഹി എൻജോയ്സ് ഇറ്റ് എന്നാണ് നമ്മൾ അഫർമേറ്റീവ് ഫോമിൽ നമ്മൾ അതാണ് പറയുക, ഹി എൻജോയ്സ് ഇറ്റ്. കാരണം സബ്ജക്റ്റ് ഹി ആയത് കാരണം വെർബിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു എസ് ആഡ് ചെയ്യും. അങ്ങനെ എൻജോയ് എന്ന വെർബ് എൻജോയ്സ് ആയി മാറും. പക്ഷേ അത് ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് ഡസ് ഹി എൻജോയ് ഇറ്റ് എന്നാണ് പറയുന്നത്, ഡസ് ഹി എൻജോയ്സ് ഇറ്റ് എന്നല്ല. ഡു, ഡസ്, ഡിഡ് ഇതിന് ശേഷം വെർബിന്റെ V1 ആണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതിന്റെ കൂടെ എസ് ഒന്നും ആഡ് ചെയ്യരുത്. അവൻ പറയുന്നത് അത് നല്ല കോഴ്സ് ആണെന്നാണ്. അവൻ പറയുന്നത്, ഹി സെസ്, അത് നല്ല കോഴ്സാണ്. ഇറ്റ് ഈസ് എ ഗുഡ് കോഴ്സ്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ഹി സെസ് ഇറ്റ് ഈസ് എ ഗുഡ് കോഴ്സ്. ഇനി നമുക്കിതിനെ കണക്ട് ചെയ്യണം. നല്ല കോഴ്സ് ആണെന്ന്, ആ എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ദാറ്റ് എന്നൊരു കണക്ടർ ഉപയോഗിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത്. യെസ്, ഹി സെസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഗുഡ് കോഴ്സ്. അതൊരു നല്ല കോഴ്സ് ആണ് എന്നാണ് അവൻ പറയുന്നത്. ഹി സെസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഗുഡ് കോഴ്സ്. ഞാൻ കുറെ കാലമായി ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാ പറയുന്നത്? കുറെ കാലമായി ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ജോലി തുടങ്ങിയത് പാസ്റ്റിൽ എപ്പോഴോ ആണ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ഫ്യൂച്ചറിലേക്കും അത് കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസിന്റെ കൂടെ നമ്മൾ ഡ്യൂറേഷൻ പറയില്ല. ഇപ്പോൾ, ഈ സമയത്ത്, ഇതെല്ലാമാണ് നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷൻസ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറേ കാലമായി എന്ന് പറയുന്നു. കുറേ കാലമായി എന്ന് പറയുമ്പോൾ ഫോർ എ ലോങ് ടൈം അല്ലെങ്കിൽ ഫോർ ഇയേഴ്സ്, അതൊക്കെയാണ് അതിനർത്ഥം. ഇത്തരം ടൈം എക്സ്പ്രഷൻസിന്റെ കൂടെ, അതായത് ഡ്യൂറേഷൻ നമ്മൾ പറയുന്ന സമയത്ത്, വ്യക്തമായിട്ടല്ലെങ്കിലും കൂടി ഡ്യൂറേഷൻ പറയുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക, പ്രസന്റ് കണ്ടിന്യൂസ് അല്ല. നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും ഉപയോഗിക്കാം പല സാഹചര്യങ്ങളിലും. ഈ രണ്ട് ടെൻസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ കാലമായി എന്നതിന് നമുക്ക് ഫോർ എ ലോങ് ടൈം എന്ന് പറയാം. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഐ ഹാവ് ബീൻ ഇൻ ദ സെയിം ജോബ് ഫോർ എ ലോങ് ടൈം, അങ്ങനെ പറയാവുന്നതാണ്. ഐ ഹാവ് ബീൻ ഇൻ ദ സെയിം ജോബ് ഫോർ എ ലോങ് ടൈം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ദ സെയിം ജോബ് ഫോർ എ ലോങ് ടൈം. രണ്ടും നമുക്ക് പറയാവുന്നതാണ്. ഐ ഹാവ് ബീൻ ഡൂയിങ് ദ സെയിം ജോബ് ഫോർ എ ലോങ് ടൈം എന്നും നമുക്ക് പറയാം. ഐ ഹാവ് ബീൻ ഇൻ ദ സെയിം ജോബ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരേ ജോലിയിലാണ് കുറേ കാലമായി എന്നർത്ഥം. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഹാവ് ബീൻ എന്ന വെർബ് ആം എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഐയുടെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ ആം ആണ് ഉപയോഗിക്കുക. അത് പ്രസന്റ് പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ ഹാവ് ബീൻ ആയി മാറി. ഐ ഹാവ് ബീൻ ഇൻ ദ സെയിം ജോബ് ഫോർ എ ലോങ് ടൈം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ദ സെയിം ജോബ് ഫോർ എ ലോങ് ടൈം. ഐ ഹാവ് ബീൻ ഡൂയിങ് ദ സെയിം ജോബ്, അതും നമുക്ക് പറയാവുന്നതാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് എന്ന് പറഞ്ഞാലും ഐ ഹാവ് ബീൻ ഡൂയിങ് എന്ന് പറഞ്ഞാലും ആ രണ്ട് സെന്റൻസസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഐ ഹാവ് ബീൻ ഇൻ ദ സെയിം ജോബ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. എനിക്ക് ബോർ അടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നമ്മളൊരു ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ചേഞ്ചിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഗെറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യും. ഐ എം ഗെറ്റിംഗ് ബോർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ബോറടിക്കുന്നു, അതാണ് ആ വാക്കിനർത്ഥം. ഐ എം ഗെറ്റിംഗ് ടയേർഡ് എന്ന് പറയുമ്പോഴോ എനിക്ക് ക്ഷീണം വരുന്നു. ഐ എം ഗെറ്റിംഗ് തേഴ്സ്റ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ദാഹം വരുന്നു. ഇതെല്ലാമാണ് അതിനർത്ഥം. ഇവിടെ നമുക്ക് പറയേണ്ടത് എനിക്ക് ബോറടിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഫ്രേസിൽ ചെറിയൊരു മാറ്റം വരുത്തും. നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്: ഐ ആം ബിഗിനിങ് ടു ഗെറ്റ് ബോർഡ്.
വിത്ത് ഇറ്റ്, ആ ജോലിയുമായി എനിക്ക് ബോറടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഐ ആം ഗെറ്റിംഗ് ബോർഡ് എന്നല്ല ഇവിടെ പറയുന്നത്, എനിക്ക് ബോറടിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ഐ ആം ബിഗിനിങ് ടു ഗെറ്റ് ബോർഡ് എന്നാണ് പറയുന്നത്. പിന്നെ ആ ജോലിയിൽ എനിക്ക് ബോറടിക്കുന്നു എന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വിത്ത് ഇറ്റ് എന്ന പ്രിപ്പോസിഷൻ ഫ്രേസ് ഇവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഐ ആം ഗെറ്റിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ മിസ്റ്റേക്ക് അല്ല, പക്ഷേ നമ്മളിവിടെ ബോറടിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഐ ആം ബിഗിനിങ് ടു ഗെറ്റ് ബോർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. നമുക്കിവിടെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. നമ്മൾ പലപ്പോഴും ആളുകളുടെ ലിവിങ് അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയാം നമ്മൾ ഈ രണ്ട് ടെൻസും യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സ്ഥിരമായ ആളുകൾ എവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ അവരെവിടെ ജോലി ചെയ്യുന്നു എന്ന് ചോദിക്കാൻ നമ്മൾ പൊതുവെ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. വേർ ഡു യു വർക്ക് അങ്ങനെയാണ് ചോദിക്കുക, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ വേർ ഡു യു ലീവ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. നമുക്ക് പക്ഷേ അത്ര സ്ഥിരമായിട്ടല്ല, താൽക്കാലികമായ ആളുകൾ എവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ അവരെവിടെ ജോലി ചെയ്യുന്നു എന്ന് ചോദിക്കാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. വേർ ആർ യു വർക്കിംഗ്, നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അത് തെറ്റല്ല. വേർ ഡു യു വർക്കും വേർ ആർ യു വർക്കിംഗും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പെർമനന്റ് ആണോ ടെമ്പററി ആണോ എന്നൊക്കെയാണ് എന്ന് മാത്രമാണ്. അതായത് വേർ ഡു യു വർക്ക് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ സ്ഥിരമായ ജോലിയെ കുറിച്ചുള്ള അന്വേഷണമാണ്. വേർ ആർ യു വർക്കിംഗ്, നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ വേർ ഡു യു വർക്ക് എന്ന് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല, വേർ ആർ യു വർക്കിംഗ് എന്നും ചോദിക്കാം. അവരുടെ സ്ഥിര ജോലി തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് വേർ ആർ യു വർക്കിംഗ് എന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ വേർ ആർ യു സ്റ്റേയിങ്, ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് എന്നർത്ഥം. നമുക്കിവിടെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം, പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് പറയാം, വേർ ഡു യു കം ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക വേർ ആർ യു കമ്മിങ് ഫ്രം എന്നാണ്. ആ കമ്മിങ് അവിടെ നിർബന്ധമില്ല, വേർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാലും മതി. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡു ഉപയോഗിക്കും അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടെ സബ്ജക്ട് യു ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ ഡു ഉപയോഗിച്ചിട്ടുള്ളത്. അവൻ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുക, വേർ ഡസ് ഹി കം ഫ്രം അങ്ങനെയാണ് ചോദിക്കുക. ഇവിടെ നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയാണ് വേർ ഡു യു കം ഫ്രം എന്ന് ചോദിച്ചത്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. വേർ ആർ യു കമ്മിങ് ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്. അർത്ഥം ഒന്ന് തന്നെയാണ്. ഇവിടെ നിങ്ങൾ സിമ്പിൾ പ്രസന്റോ പ്രസന്റ് കണ്ടിന്യൂസോ ഏത് ഉപയോഗിക്കുന്നു എന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല, രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ അധികം പുറത്തു പോവാറില്ല, ഇതിൻ്റെ ഒരു ഹാബിറ്റാണ്, ഒരു രീതി. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതാണ്. നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത് നമ്മളുടെ റുട്ടീൻസിനെ കുറിച്ച് പറയാൻ, ലൈക്സിനെ കുറിച്ച് പറയാൻ, ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ, ഡിസ്ലൈക്സിനെ കുറിച്ച് പറയാൻ, അതേപോലെ തന്നെ നമ്മൾ പതിവായി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതൊരു ജനറൽ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താനാണ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മൾ ആ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല, നമ്മൾ അതിന്റെ മിഡിൽ എവിടെയോ ആണ്. അത്തരം ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു പുസ്തകം ഐ എം റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് വായിക്കുന്നു എന്നതിന് അർത്ഥമില്ല. ഞാൻ ആ ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല, ഇനി സമയം കിട്ടുമ്പോൾ ഞാൻ ബാക്കിയും വായിക്കും. ആ അർത്ഥത്തിലാണ് നമ്മൾ ഐ ആം റീഡിങ് എ ബുക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഐ റീഡ് എ ലോട്ട് എന്ന് പറയുമ്പോഴോ ഞാൻ ധാരാളം വായിക്കും, അതെൻ്റെ ഒരു സ്വഭാവമാണ് എന്ന രീതിയിലാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റായി ഐ റീഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് പറയേണ്ടത് ഞാൻ അധികം പുറത്തു പോവാറില്ല എന്നാണ്. അധികം പുറത്തു പോവാറില്ല എന്ന് പറയുമ്പോൾ അധികം ടൂർ പോകുന്നില്ല, ട്രാവൽ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ അർത്ഥത്തിൽ. നമുക്കിതിന് ഇംഗ്ലീഷിൽ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ഗോ എവേ. നമ്മൾ ട്രാവൽ എന്ന് പറയും, യാത്ര ചെയ്യാറില്ല എന്ന അർത്ഥത്തിൽ നമുക്ക് ഐ ഡോണ്ട് ട്രാവൽ മച്ച് എന്ന് പറയാം. അധികം എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ മച്ച് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഐ ഡോണ്ട് ട്രാവൽ മച്ച് അങ്ങനെ പറയാവുന്നതാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, ഐ ഡോണ്ട് ഗോ എവേ വെരി ഓഫൺ, ഞാൻ കൂടെ കൂടെ പുറത്തു പോകുന്ന ആളല്ല. ഐ ഡോണ്ട് ഗോ എവേ വെരി ഓഫൺ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. കാരണം ഇതൊരു ഹാബിറ്റ് അല്ലെങ്കിൽ റുട്ടീൻ, അങ്ങനെയാണ് നമ്മൾ ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഡോണ്ട് ഗോ എവേ വെരി ഓഫൺ. ഐ ഡോണ്ട് ട്രാവൽ വെരി ഓഫൺ എന്നോ ട്രാവൽ വെരി മച്ച് എന്നോ എന്നൊക്കെ പറഞ്ഞാലും മീനിങ് ഏതാണ്ട് സെയിം തന്നെയാണ്. എത്ര മണിക്കാണ് കടകൾ അടയ്ക്കുന്നത്? കടകൾ അടയ്ക്കുന്നത്, കടകൾ തുറക്കുന്നത്, ട്രെയിൻ വരുന്നത്, ട്രെയിൻ പോകുന്നത്, ഇതെല്ലാം ഒരു ടൈം ടേബിളിന്റെ എന്തെങ്കിലും ഒരു ഫിക്സഡ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇപ്പൊ 6 മണിക്ക് കട തുറക്കും എന്നാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ പറയാ, ദ ഷോപ്പ് ഓപ്പൺസ് അറ്റ് 6 AM എന്ന് പറയും. 8 മണിക്ക് കട അടയ്ക്കും എന്നാണ് പറയേണ്ടതെങ്കിലും ദ ഷോപ്പ് ക്ലോസസ് അറ്റ് 8 PM അങ്ങനെ പറയും. എത്ര മണിക്കാണ് കടകൾ അടയ്ക്കുന്നത്? നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്, എത്ര മണി, വാട്ട് ടൈം, അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് കടകൾ, ഷോപ്സ്, പ്ലൂറൽ നൗൺ ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ
ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ഏതെല്ലാമാണ്? ഡൂവും ഡസും ആണ് നമ്മൾ ഉപയോഗിക്കുക. ഡു ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ഡസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ കടകൾ എന്ന് പറയുന്നത് ഷോപ്സ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? ഡു ആണ്. വാട്ട് ടൈം ഡു ദ ഷോപ്സ് ക്ലോസ്? എത്ര മണിക്കാണ് കടകൾ അടയ്ക്കുന്നത്? ദ ഷോപ്സ് എന്ന് പറയാൻ കാരണം അറിയാലോ, നമ്മൾ സംസാരിക്കുന്ന ഏതെങ്കിലും പ്രത്യേക കടകളെ കുറിച്ചാണ്, അല്ലാതെ ലോകത്തിലെ എല്ലാ കടകളെ കുറിച്ചുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഇത്. നമ്മളിപ്പോൾ നമ്മുടെ സ്ട്രീറ്റിലെ കടകൾ എപ്പോഴാണ് അടയ്ക്കുന്നത് എന്ന് ചോദിക്കുകയായിരിക്കും. അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു ടൗണിൽ വന്ന ഒരാൾ ആ ടൗണിലെ കടകൾ എത്ര മണിക്കാണ് അടയ്ക്കുന്നത്, അതാണ് അയാൾക്ക് അറിയേണ്ടത്. അതായത് നമ്മൾ സംസാരിക്കുന്നത് പർട്ടിക്കുലർ ഷോപ്സിനെ കുറിച്ചാണ്. അത് സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ ദ ഷോപ്സ് എന്ന് പറയുന്നത്. അവൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ലിസൺ ടു ഹിം. കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും നമ്മൾ ഡിഫറൻസ് ഉണ്ട്. കേൾക്കുക എന്നതിന് നമ്മൾ ഹിയർ എന്നാണ് പറയുക. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളത് കേൾക്കാം, നമ്മുടെ മനസ്സിലത് നിൽക്കണമെന്നില്ല. പക്ഷെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ലിസൺ ആണ്, ഹിയർ അല്ല. ലിസൺ, അതിനുശേഷം അവരെ ശ്രദ്ധിക്കൂ, അവരെ കേൾക്കൂ എന്നാണ് പറയേണ്ടത്. ലിസൺ ടു ദം. ലിസൺ എന്ന വെർബിന് ശേഷം ടു എന്നൊരു പ്രപ്പോസിഷൻ നമ്മൾ ഒബ്ജക്റ്റിന് മുന്നിൽ യൂസ് ചെയ്യും. ലിസൺ ടു ദം, ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് ദം, അവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലിസൺ ടു ദം. ലിസൺ എന്ന വെർബിനും ഒബ്ജക്റ്റിനും ഇടയിൽ ടു എന്നൊരു പ്രിപ്പോസിഷൻ വരുന്നുണ്ട്. ഒബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ ലിസൺ എന്ന് മാത്രമാണ് നമ്മൾ പറയാം. അനൗൺസ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വെറുതെ ലിസൺ എന്ന് മാത്രമേ പറയൂ, ശ്രദ്ധിക്കൂ, അതാണ് അതിനർത്ഥം. അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ, ഇപ്പൊ ഞാൻ എന്നെ ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ എന്നാണ് എനിക്ക് പറയേണ്ടതെങ്കിൽ ഞാൻ പറയുക ലിസൺ ടു മീ എന്നാണ്. ലിസൺ മീ എന്ന് പറഞ്ഞാൽ പോരാ, ലിസൺ ടു മീ. ഒബ്ജക്റ്റിന് മുന്നിൽ ലിസൺ എന്ന വെർബിന് എപ്പോഴും ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്, ടു എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുക. ഏത് ഭാഷയാണ് അവർ സംസാരിക്കുന്നത്? ആരോ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു, നമുക്കത് ഏത് ഭാഷയാണെന്ന് മനസ്സിലായില്ല. അവരിപ്പോൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് പറയാം. അതായത് ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റിയാണ്, കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഏത് ഭാഷ? വാട്ട് ലാംഗ്വേജ്? അവര്, ദേ. സംസാരിക്കുക, സ്പീക്കിംഗ്. ഇതിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത് ഈസ്, ആം, ആർ പ്ലസ് ING ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ദേ ആയത് കാരണം നമ്മൾ ആറാണ് യൂസ് ചെയ്യുക. ഈസും ആമും അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. വാട്ട് ലാംഗ്വേജ് ആർ ദേ സ്പീക്കിംഗ്? അവർ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? ഇവിടെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇപ്പം അവർ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കാനുള്ള അവരുടെ ജനറൽ എബിലിറ്റിയെ കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, ഓൺഗോയിങ് ആയ ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. നീ ഹിന്ദി സംസാരിക്കുമോ? ഈ ചോദ്യം നിന്റെ ഒരു എബിലിറ്റിയെ കുറിച്ചാണ്. നിനക്കത് അറിയോ? ആ ഭാഷ അറിയുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ആർ യു സ്പീക്കിംഗ് ഹിന്ദി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ ഇപ്പൊ പറയുന്നത് ഹിന്ദിയാണോ എന്നാണ്. നമുക്ക് ചോദിക്കേണ്ടത് അതല്ല, നീ ഹിന്ദി സംസാരിക്കുമോ എന്നാണ്. ഡു യു സ്പീക്ക് ഹിന്ദി? നീ ഹിന്ദി സംസാരിക്കുമോ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? ക്യാൻ യു സ്പീക്ക് ഹിന്ദി? നിനക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയുമോ? അങ്ങനെയും ചോദിക്കാവുന്നതാണ്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡു ഉപയോഗിക്കും, അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് യു ആയത് കാരണമാണ് നമ്മൾ ഡു ഉപയോഗിച്ചത്. ഡു യു സ്പീക്ക് ഹിന്ദി? നീ ഹിന്ദി സംസാരിക്കുമോ? ക്യാൻ യു സ്പീക്ക് ഹിന്ദി? അതും ചോദിക്കാവുന്നതാണ്. ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അവർ സംസാരിക്കുന്ന ഭാഷ പഞ്ചാബിയാണോ, മറാഠിയാണോ, ഗുജറാത്തിയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് സംശയമുണ്ട് അത് പഞ്ചാബി ആയിരിക്കാമെന്ന്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് നമ്മൾ എന്താ ചോദിക്കുക? ഡു യു സ്പീക്ക് പഞ്ചാബി എന്നല്ല ചോദിക്കേണ്ടത്. അതിനർത്ഥം നിങ്ങൾക്ക് പഞ്ചാബി സംസാരിക്കാൻ അറിയുമോ എന്നാണ്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് പഞ്ചാബി ആണോ എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുക ആർ യു സ്പീക്കിംഗ് പഞ്ചാബി എന്നാണ്. നിങ്ങൾ ഇപ്പൊ പറയുന്നത് പഞ്ചാബിയിലാണോ? ആർ യു സ്പീക്കിംഗ് പഞ്ചാബി? ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസും സിമ്പിൾ പ്രസന്റ് ഇവിടെ ഉപയോഗിക്കുന്നതിലുള്ള ഡിഫറൻസ് കേട്ടോ. സിമ്പിൾ പ്രസന്റ് നമ്മൾ അവരുടെ ആ ഭാഷ സംസാരിക്കാനുള്ള എബിലിറ്റിയെ കുറിച്ച് പറയാനാണ് യൂസ് ചെയ്യുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് അവരിപ്പോൾ സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നീ ഭക്ഷണം കഴിക്കുമ്പോൾ രവി വിളിച്ചിരുന്നു. ഇതെങ്ങനെയാ പറയുന്നത്? ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രവി വിളിച്ചിരുന്നു, കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. രവി വിളിച്ചു എന്നെങ്ങനെയാ പറയുന്നത്? രവി കോൾഡ്. നീ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഭക്ഷണം കഴിക്കുക എന്നതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. പാസ്റ്റില് കണ്ടിന്യൂസ് ആയി കുറച്ചു നേരം നടന്നിരുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ഭക്ഷണം കഴിക്കുക എന്നെങ്ങനെയാ പറയുന്നത്? നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈറ്റിംഗ് ഫുഡ് എന്നല്ല നമ്മൾ പറയുന്നത്. അവർ ആ ഭക്ഷണത്തിന്റെ പേര് പറയും. ഡിന്നർ, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാണ് പറയാം. നമുക്കിവിടെ ഡിന്നർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലഞ്ച് ഉപയോഗിക്കാം. യു വർ ഹാവിംഗ് ലഞ്ച്. യു വർ ഈറ്റിംഗ് ലഞ്ച് എന്നല്ല നമ്മൾ പൊതുവെ പറയുക, യു വർ ഹാവിംഗ് ലഞ്ച് എന്നാണ്, അല്ലെങ്കിൽ യു വർ ഹാവിംഗ് ഡിന്നർ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. രവി കോൾഡ് യു വർ ഹാവിംഗ് ഡിന്നർ. ഇനി നമുക്ക് ഇതിനെ കണക്ട് ചെയ്യണം. നമുക്ക് വെൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈൽ ഉപയോഗിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കിതിങ്ങനെ പറയാം.
വെൻ യു വർ ഹാവിംഗ് ഡിന്നർ രവി കോൾഡ്, അല്ലെങ്കിൽ രവി കോൾഡ് വൈൽ യു വർ ഹാവിംഗ് ഡിന്നർ. നമുക്ക് വെൻ ഉപയോഗിക്കുന്ന ക്ലോസ് ആയാലും വൈൽ ഉപയോഗിക്കുന്ന ക്ലോസ് ആയാലും അത് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഉപയോഗിക്കാം അല്ലെങ്കിൽ അവസാനം ഉപയോഗിക്കാം. വൈൽ യു വർ ഹാവിംഗ് ഡിന്നർ രവി കോൾഡ് എന്ന് പറയാം, അല്ലെങ്കിൽ രവി കോൾഡ് വൈൽ യു വർ ഹാവിംഗ് ഡിന്നർ. രണ്ട് രീതിയിലും പറയാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളിവിടെ പാസ്റ്റിലുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്നൊരു ഷോർട്ട് ആക്ഷനാണ്, മറ്റതൊരു ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനാണ്. അതായത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഫോൺ വരുന്നത്. ആ ഫോൺ വരിക എന്നത് അവിടെ നടക്കുന്ന ഒരു ഷോർട്ട് ആക്ടിവിറ്റിയാണ്. ആ ലോങ്ങർ ആക്ടിവിറ്റിയെ ഇന്ററപ്റ്റ് ചെയ്യുന്ന, ഇവിടെ ഇന്ററപ്റ്റ് ചെയ്തില്ല കാരണം ഇയാളുടെ ഭക്ഷണം കഴിക്കൽ അയാൾ നിർത്തിയിട്ടില്ല, പക്ഷെ എന്നാലും അതിനിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ പാസ്റ്റിലുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രസന്റിലുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ലോങ്ങർ ആക്ഷനെ കുറിച്ച് പറയാൻ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഇപ്പം പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നതിനെ കുറിച്ച് പറയാൻ നമ്മളോട് ഉപയോഗിച്ച് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. യു വർ ഹാവിംഗ് ഡിന്നർ, അതാണ് ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ. അതിനുശേഷം അതിനിടയിൽ നടന്ന ഷോർട്ട് ആക്ഷൻ ഉണ്ടല്ലോ, ഫോൺ ചെയ്യുക എന്നത്, അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ആണ്. രവി കോൾഡ്, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇങ്ങനെ രണ്ട് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ലോങ്ങർ ആക്ഷനെ കുറിച്ച് പറയാൻ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റിലാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ്. ഷോർട്ടർ ആക്ഷനെ കുറിച്ച് പറയാൻ സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുക. പാസ്റ്റിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പ്രസന്റിലാണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, അങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈൽ ഉപയോഗിക്കാം, വെൻ ഉപയോഗിക്കാം. ചിലപ്പോൾ നമ്മൾ ആസും ഉപയോഗിക്കാറുണ്ട്. ബീൻസ് അരിയുന്നതിനിടയിൽ എൻ്റെ വിരൽ മുറിഞ്ഞു. എൻ്റെ വിരൽ മുറിഞ്ഞു, മലയാളത്തിൽ നമ്മളത് അങ്ങനെയാണ് പറയുക. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് ഐ കട്ട് മൈ ഫിംഗർ എന്നാണ്. എൻ്റെ വിരൽ ഞാൻ മുറിച്ചു, അങ്ങനെയാണ് അവർ പറയുക. മുറിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ പറയാ ഐ ഹാവ് കട്ട് മൈ ഫിംഗർ എന്നാണ്. ഇവിടെ മുറിഞ്ഞു, എപ്പോഴാണ് മുറിച്ചത്? ബീൻസ് അരിയുന്നതിനിടയിൽ. വൈൽ ഐ വാസ് ചോപ്പിംഗ് ദ ബീൻസ്. ഐ കട്ട് മൈ ഫിംഗർ വൈൽ ഐ വാസ് ചോപ്പിംഗ് ദ ബീൻസ്. ഇവിടെയും രണ്ട് ആക്ഷൻ ഉണ്ട്. ഒന്ന് ലോങ്ങർ ആക്ഷൻ ആണ്, ബീൻസ് അരിയുക എന്നത് ലോങ്ങർ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ആണ്. അതിനിടയിലാണ് വിരൽ മുറിയുക എന്ന് പറയുന്ന ഷോർട്ടർ ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ ലോങ്ങർ ആക്ഷനെ കുറിച്ച് പറയാൻ നമ്മളിവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചു. ഷോർട്ടർ ആക്ഷനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. കട്ട് എന്ന വെർബിന്റെ 3 ഫോമും കട്ട് തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ വൈൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വെൻ ഉപയോഗിച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസസ് അത് മുഴുവൻ പറയണമെന്നില്ല. നമുക്കിത് ഇങ്ങനെയും പറയാം. ഐ കട്ട് മൈ ഫിംഗർ വൈൽ ചോപ്പിംഗ് ദ ബീൻസ്. ആ ഐ വാസിനെ നമുക്ക് അവിടെ നിന്ന് ഒമിറ്റ് ചെയ്യാവുന്നതാണ്. വൈൽ ചോപ്പിംഗ് ദ ബീൻസ് എന്ന് പറഞ്ഞാലും വൈൽ ഐ വാസ് ചോപ്പിംഗ് ദ ബീൻസ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. ആക്ച്വലി നമ്മളിങ്ങനെ വൈൽ ഉപയോഗിച്ച് സെന്റൻസസിനെ കണക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ സബ്ജക്റ്റിനെയും ഓക്സിലറിയെയും ഒമിറ്റ് ചെയ്തിട്ടാണ് പറയാറ്. ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കാലൊടിഞ്ഞു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയാം, ഐ ബ്രോക്ക് മൈ ലെഗ് വൈൽ പ്ലേയിങ് ഫുട്ബോൾ. വൈൽ ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, വൈൽ പ്ലേയിങ് ഫുട്ബോൾ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ 2 പ്രാവശ്യം ബെല്ലടിച്ചു. ബെല്ലടിക്കുക, റിംഗ് ദ ബെൽ, അതാണ് അതിന് നമ്മൾ പറയുന്ന വാക്ക് റിംഗ്. ബെല്ലടിച്ചു പാസ്റ്റ് ടെൻസിലാണ്. റിംഗ് എന്ന വെർബിന്റെ V2 എന്താണ്? റാങ്. അതിന്റെ V3 റങ് ആണ് കേട്ടോ. ഇതൊരു ഇറഗുലർ വെർബാണ്. അതായത് ഒരുവിധം ഇംഗ്ലീഷ് വെർബ്സിൻ്റെയൊക്കെ V2ഉം V3ഉം EDയിലാണ് അവസാനിക്കുക. അങ്ങനെ അവസാനിക്കാത്ത ചില വെർബ്സും ഉണ്ട്. അത്തരം വെർബ്സിന് നമ്മൾ ഇറഗുലർ വെർബ്സ് എന്ന് പറയും. ഈ ഇറഗുലർ വെർബ്സ് പലതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോംസ് എല്ലാം നിങ്ങൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഐ റാങ് ദ ബെൽ, 2 പ്രാവശ്യം അടിച്ചു എന്നാണ് പറയേണ്ടത്. 2 ടൈംസ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്വൈസ് എന്ന് പറയാം. ഐ റാങ് ദ ബെൽ ട്വൈസ്. ഞാൻ 2 പ്രാവശ്യം ബെല്ലടിച്ചു. നീ കേട്ടില്ലേ? നീ കേട്ടുവോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഞാൻ കേട്ടു എന്ന് പറയാൻ ഐ ഹേർഡ് എന്ന് പറയും. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഐ ഹേർഡ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് ഉപയോഗിക്കും. ഡിഡ് യു ഹിയർ? നീ കേട്ടുവോ? അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്കിവിടെ വേണ്ടത് കേട്ടില്ലേ എന്നാണ്. അതിന് നമ്മൾ എങ്ങനെയാണ് പറയുക? നമ്മൾ ഉപയോഗിക്കുക ഡിഡിൻറ്റ് യു ഹിയർ ആണ്. നീ കേട്ടില്ലേ? ഞാൻ 2 പ്രാവശ്യം ബെല്ലടിച്ചു. ഐ റാങ് ദ ബെൽ ട്വൈസ്. ഡിഡിൻറ്റ് യു ഹിയർ ഇറ്റ്? നീ കേട്ടില്ലേ? ഡിഡ് യു ഹിയർ ഇറ്റ് എന്ന് ചോദിച്ചാൽ നീ കേട്ടുവോ എന്നർത്ഥം. ഡിഡിൻറ്റ് യു ഹിയർ ഇറ്റ് എന്ന് ചോദിച്ചാൽ നീ കേട്ടില്ലേ എന്നർത്ഥം. നീ നന്നായി പാടുന്നു. ഇവിടെ നമുക്ക് ആ ആളുടെ എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് പാടാനുള്ള കഴിവുണ്ട്, അതാണ് പറയുന്നത് നമ്മൾ. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ അവരിപ്പോൾ പാടുകയാണ്. ഷീ സിംഗിങ് എന്ന് പറഞ്ഞാൽ അവൾ ഈ സമയത്ത് പാടുകയാണ് എന്നാണ്. ഷീ സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൾ പാടുന്നയാളാണ് എന്നാണ് അർത്ഥം. ഐ റീഡ് എ ലോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ധാരാളം വായിക്കുന്നയാളാണ് എന്നർത്ഥം. ഐ റൈറ്റ് എ ലോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ധാരാളം എഴുതുന്നയാളാണ് എന്നർത്ഥം. ഐ എം റൈറ്റിംഗ് എന്ന് പറയുമ്പോഴോ ഞാൻ ഇപ്പോൾ എഴുതുകയാണ് എന്നർത്ഥം. ഇവിടെ നീ നന്നായി പാടുന്നു, നല്ലതുപോലെ പാടാൻ കഴിയുന്ന ആളാണ് എന്നാണ് പറയേണ്ടത്. നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. യു സിങ് വെൽ. വെൽ എന്നതിന് പകരം നമുക്ക് ബ്യൂട്ടിഫുള്ളി അതും ഉപയോഗിക്കാവുന്നതാണ്. നീ വളരെ മനോഹരമായി പാടുന്നു എന്നർത്ഥം. യു സിങ് വെൽ. യു ആർ സിംഗിങ് എന്ന് പറയുമ്പോഴോ അതിനർത്ഥം നീ ഇപ്പോൾ പാടുകയാണ് എന്നാണ്. നിന്റെ അനിയത്തിയും പാടുമോ? നിന്റെ അനിയത്തി, ചേച്ചി, ആർക്കായാലും സിസ്റ്ററിന് ഈ കഴിവുണ്ട് എന്നാണ് ചോദിക്കുന്നത്.
പാടുമോ? നമ്മൾ ഇവിടെ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് നിന്റെ അനിയത്തിയാണ് അല്ലെങ്കിൽ നിന്റെ ചേച്ചി, യുവർ സിസ്റ്റർ, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഡസ് ആണ്. ഡസ് യുവർ സിസ്റ്റർ ഓൾസോ സിംഗ്? അനിയത്തിയും പാടുമോ? അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഓൾസോ എന്ന അഡ്വർബ് കൂടി ഉപയോഗിക്കുന്നത്. ഡസ് യുവർ സിസ്റ്റർ ഓൾസോ സിംഗ്? നിന്റെ അനിയത്തിയും പാടുമോ അല്ലെങ്കിൽ നിന്റെ ചേച്ചിയും പാടുമോ? ഇന്നലെ രാത്രി നീ പുറത്തു പോയിരുന്നോ? ഇന്നലെ രാത്രി, ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞു പോയ ഒരു സമയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ആക്ടിവിറ്റി നടന്ന സമയം വ്യക്തമായി പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റോടെ ഉപയോഗിക്കരുത്. സമയം പറയാതെ ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് എന്ന് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഇവിടെ ഇന്നലെ രാത്രി എന്ന് ക്ലിയർ ആയി പറയുന്നുണ്ട്, ലാസ്റ്റ് നൈറ്റ്. നീ പുറത്തു പോയിരുന്നോ? ഞാൻ പുറത്തു പോയി എന്നെങ്ങനെയാ പറയുന്നത്? ഇന്നലെ രാത്രി ഞാൻ പുറത്തു പോയി എന്നെങ്ങനെയാ പറയുന്നത്? ഐ വെന്റ് ഔട്ട് ലാസ്റ്റ് നൈറ്റ്. ഗോ എന്ന വെർബിന്റെ V2 ആണ് വെന്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ V2 ആണ് ഉപയോഗിക്കുക. ഐ വെന്റ് ഔട്ട് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി പുറത്തു പോയി. ഇനി പുറത്തു പോയിരുന്നോ എന്ന് ചോദിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കും. ഡിഡ് യു ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. ഡിഡ് യു ഗോ ഔട്ട് ലാസ്റ്റ് നൈറ്റ്? പിന്നെ വരുന്നത് വെന്റ് അല്ല കേട്ടോ. ഡിഡ് യു വെന്റ് ഔട്ട് എന്നല്ല പറയുന്നത്, ഡിഡ് യു ഗോ ഔട്ട് എന്നാണ്. ഡു, ഡസ്, ഡിഡ്, ഇതിന് ശേഷം V1 തന്നെ വേണം ഉപയോഗിക്കാൻ. ഞാൻ വിളിച്ചപ്പോൾ നീ ഉറങ്ങുകയായിരുന്നോ? ഞാൻ വിളിച്ചു. പാസ്റ്റിലുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഐ കോൾഡ്. നീ ഉറങ്ങുകയായിരുന്നു. യു വേർ സ്ലീപ്പിംഗ്. അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? വേർ യു സ്ലീപ്പിംഗ്? നീ ഉറങ്ങുകയായിരുന്നോ? അതാണ് ചോദിക്കേണ്ടത് നമുക്ക്. വേർ യു സ്ലീപ്പിംഗ് വെൻ ഐ കോൾഡ്? നീ എൻ്റെ റൂമിൽ എന്താ ചെയ്യുന്നത്? ഇപ്പം എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരു ഓൺഗോയിങ് ആക്ടിവിറ്റിയെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഏത് ടെൻസാ ഉപയോഗിക്കുക? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താ ചെയ്യുന്നത്? WH ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വാട്ട് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. വാട്ട്. സബ്ജക്റ്റ് നീ ആണ്, യു. പ്രസന്റ് കണ്ടിന്യൂസിൽ യുവിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? ആർ ആണ്. വാട്ട് ആർ യു? ചെയ്യുന്നത്, ഡൂയിങ്. വാട്ട് ആർ യു ഡൂയിങ് ഇൻ മൈ റൂം? നീ എന്താണ് എൻ്റെ റൂമിൽ ചെയ്യുന്നത്? ഈ സംസാരിക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നത് എന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആക്ച്വലി ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസിന് പകരം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം. പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത്, ഞാനിത് ചോദിക്കുന്ന സമയം നീ എന്താണ് ചെയ്യുന്നത് എന്നാണ് അതിനർത്ഥം വരുന്നത്. തീർച്ചയായും ആ പ്രവൃത്തി അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മൾ ഇതേ മീനിങ്ങിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അത് കുറേ നേരമായി തുടരുന്നു എന്നൊരു മീനിങ് കൂടി അതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെ നമ്മൾ പലപ്പോഴും ഡ്യൂറേഷനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വാക്കുകൾ അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. 4 hours, സിൻസ് മോർണിംഗ്, സിൻസ് യെസ്റ്റർഡേ, അങ്ങനെയുള്ള പ്രയോഗങ്ങളെല്ലാം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. അത് ഉപയോഗിക്കാതെയും നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കിത് ഇങ്ങനെയും ചോദിക്കാം. വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഇൻ മൈ റൂം? നീ എന്താണ് എൻ്റെ റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ച് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സെന്റൻസിൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയം നീ എന്താണ് ചെയ്യുന്നത് എന്ന അർത്ഥമേ ഉള്ളൂ. ഒരു പക്ഷേ ഞാൻ അപ്പോഴായിരിക്കും എൻ്റെ റൂമിലേക്ക് വന്നത്. ആ സമയത്ത് നിങ്ങളെ എൻ്റെ റൂമിൽ കാണുകയും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ റൂമിൽ എന്തോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയുന്നുണ്ടായിരിക്കും. ഞാൻ അപ്പം അങ്ങോട്ട് വന്നില്ല. ഇപ്പം ഞാൻ വരുമ്പോൾ ചോദിക്കുകയാണ്, നീ എന്താണ് എൻ്റെ റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ഇൻ മൈ റൂം? അതൊരു ലോങ്ങർ ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് മുകളിലത്തെ സെന്റൻസ്, അതായത് പ്രസന്റ് കണ്ടിന്യൂസ് സൂചിപ്പിക്കുന്നത് ഒരു ഷോർട്ടർ ആക്ഷനെയാണ്. നീ കുറെ നേരമായി എൻ്റെ റൂം പരിശോധിക്കുകയാണല്ലോ. പരിശോധിക്കുകയാണല്ലോ എന്ന് പറഞ്ഞെങ്കിലും ഇത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. അങ്ങനെ പരിശോധിക്കുകയാണല്ലോ എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കില്ലേ? കുറെ നേരമായി എന്ന് പറയുന്നുണ്ട്. കുറെ നേരം എന്ന് പറയുമ്പോൾ ഫോർ എ ലോങ് ടൈം. അതായത് ഈ പരിശോധന തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാണ്, ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാം. ഇവിടെ നമ്മൾ ഏത് ടെൻസാ യൂസ് ചെയ്യുക? ഇവിടെ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ പോരാ. കാരണം നമ്മൾ ഒരു ടൈം ഡ്യൂറേഷൻ അവിടെ പറയുന്നുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് നമുക്ക് ഉപയോഗിക്കാവുന്നത് നൗ, നൗഡേയ്സ്, അറ്റ് ദ മൊമെന്റ്, ദീസ് ഡേയ്സ്, ഇതുപോലത്തെ ടൈം എക്സ്പ്രഷൻസിന്റെ കൂടെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഫോർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സിൻസ് ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് അല്ല യൂസ് ചെയ്യുക. അതിന് പകരം നമ്മൾ അവിടെ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. എൻ്റെ റൂം പരിശോധിക്കുകയാണ് എന്നതിന് നമുക്ക് സെർച്ച് എന്ന് പറയാം. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? യു ഹാവ് ബീൻ സെർച്ചിങ് മൈ റൂം ഫോർ എ ലോങ് ടൈം. നീ കുറേ നേരമായി എൻ്റെ റൂം പരിശോധിക്കുകയാണ്. ഫോർ എ വൈൽ, അതും പറയാവുന്നതാണ്. ഡ്യൂറേഷൻ പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ റൂം സെർച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മൾ അതിനകത്ത് കബോർഡ് എല്ലാം തുറന്നു നോക്കും, ബെഡ് ഉണ്ടെങ്കിൽ അതിനടിയിൽ നോക്കും, കർട്ടന് പുറകിൽ നോക്കും. അതായത് നമ്മൾ ആ റൂമിനെ ഫിസിക്കലി സെർച്ച് ചെയ്യാണ്. ഇപ്പം നമ്മൾ ഒരാളെ സെർച്ച് ചെയ്യാന്ന് പറയുന്നത് പോലീസ് സെർച്ച് മാൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പോലീസ് അയാളുടെ പാൻസിൻ്റെയും ഷർട്ടിൻ്റെയും ഒക്കെ
പോക്കറ്റിൽ പരിശോധിച്ചു, അതേപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ടറോ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് അയാളുടെ ദേഹം പരിശോധിച്ചു എന്നർത്ഥം. നമ്മൾ സെർച്ചിങ് ഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി തിരയുകയാണ്. നമ്മൾ റൂമൊക്കെ എപ്പോഴും സെർച്ച് ചെയ്യുക. ആളുകളെ സെർച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് പോലീസ് സെർച്ച് ദ മാൻ എന്ന് പറയുമ്പോൾ അയാളുടെ ദേഹം പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ എ മാൻ എന്ന് പറയുമ്പോൾ അവർ പരിസരമാണ് പരിശോധിക്കുന്നത്. അവർ അയാളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കാം, അയാളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കാം, അയാളെക്കുറിച്ച് അറിയുന്ന ആളുകളുടെ അടുത്തെല്ലാം അന്വേഷിച്ചിട്ടുണ്ടായിരിക്കാം. അയാൾക്ക് വേണ്ടിയാണ് അന്വേഷിക്കുന്നത് എന്നർത്ഥം. സെർച്ചും സെർച്ച് ഫോറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണിത്. എന്തെങ്കിലും കിട്ടിയോ, നീ എന്തെങ്കിലും റൂം പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, വേണമെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? എന്തെങ്കിലും കിട്ടിയോ, എന്തെങ്കിലും കണ്ടോ എന്നർത്ഥം. ഡിഡ് യു ഫൈൻഡ് എനിത്തിങ്, എന്തെങ്കിലും കിട്ടിയോ, അല്ലെങ്കിൽ ഹാവ് യു ഫൗണ്ട് എനിത്തിങ്. ഡിഡ് യു ഫൈൻഡ് ആണ് ഇവിടെ, രണ്ടും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഡിഡ് യു ഫൈൻഡ് ആണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. ഡിഡിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് V1 ആണ് കേട്ടോ. ഹാവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് V3 ആണ്. ഡിഡ് യു ഫൈൻഡ് എനിത്തിങ്, എൻ്റെ റൂം പരിശോധിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ, അല്ലെങ്കിൽ ഹാവ് യു ഫൗണ്ട് എനിത്തിങ്, എന്തെങ്കിലും കണ്ടുവോ. ഞാൻ എല്ലായിടത്തും തിരഞ്ഞു. ഇപ്പം നേരത്തെ സെർച്ച് എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണിത്. ഞാൻ എല്ലായിടത്തും തിരഞ്ഞു. അതെങ്ങനെയാണ് പറയുന്നത്? എല്ലായിടവും, എവരിവർ. തിരഞ്ഞു, സെർച്ച്ഡ്. ഐ സെർച്ച്ഡ് എവരിവർ. ഞാൻ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ എൻ്റെ പൂച്ചയെ എവിടെയും കണ്ടില്ല. ഇതെങ്ങനെയാണ് പറയുന്നത്? പക്ഷേ, ബട്ട്. കണ്ടില്ല, ഐ കുഡിൻ ഫൈൻഡ്, അല്ലെങ്കിൽ ഐ ഡിഡിൻ ഫൈൻഡ്. എൻ്റെ പൂച്ചയെ, മൈ ക്യാറ്റ്, എവിടെയും, എനിവർ. ഐ സെർച്ച്ഡ് എവരിവർ. ഞാൻ എല്ലായിടത്തും തിരഞ്ഞു, ബട്ട് ഐ കുഡിൻ ഫൈൻഡ് മൈ ക്യാറ്റ് എനിവർ. എൻ്റെ പൂച്ചയെ എവിടെയും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എനിവർ എന്ന് പറയുമ്പോൾ എവിടെയും, എവരിവർ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും. ഇവിടെ നമ്മൾ സെർച്ച് ആണ് ഉപയോഗിച്ചത്. ഐ സെർച്ച്ഡ് എവരിവർ എന്ന് പറയുമ്പോൾ ഞാൻ പരിസരം മുഴുവൻ തിരഞ്ഞു എന്നർത്ഥം. ഇനി ഇവിടെയോ, ഞാൻ എൻ്റെ പൂച്ചയെ എല്ലായിടത്തും തിരഞ്ഞു. ഇവിടെ നമ്മൾ പൂച്ചയെയാണ് തിരയുന്നത്, പരിസരത്തിനെ അല്ല തിരയുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? ഐ സെർച്ച്ഡ് എവരിവർ ഫോർ മൈ ക്യാറ്റ്, അല്ലെങ്കിൽ ഐ സെർച്ച്ഡ് ഫോർ മൈ ക്യാറ്റ് എവരിവർ. അത് രണ്ടും ഉപയോഗിക്കും. ഇവിടെ നമ്മൾ സെർച്ച് ഫോർ ആണ് ഉപയോഗിക്കുന്നത്, കാരണം പൂച്ചയെയാണ് തിരയുന്നത്, പൂച്ചയ്ക്ക് വേണ്ടിയാണ് തിരയുന്നത്. ഐ സെർച്ച്ഡ് എവരിവർ ഫോർ മൈ ക്യാറ്റ് ബട്ട് ഐ കുഡിൻ ഫൈൻഡ് ഹിം എനിവർ. പക്ഷേ എനിക്ക് അവനെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ ബട്ട് ഉപയോഗിച്ച് ഈ രണ്ട് സെന്റൻസിനെയും കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതിനെ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ബാഗ് ഇവിടെ ഒരു 5 മിനിറ്റ് വെക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പരാതിയുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മളൊരു കാര്യം ചെയ്യുന്നതിനോട് മറ്റേ ആൾക്ക് എന്തെങ്കിലും എതിർപ്പോ വിഷമോ പരാതിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ 2 സ്ട്രക്ചർ ഉപയോഗിക്കും. നമുക്ക് ഡു യു മൈൻഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് എന്ന് ചോദിക്കാം. ഡു യു മൈൻഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് ടെൻസ് ആണ്. വുഡ് യു മൈൻഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് പറയുക? ഡു യു മൈൻഡ്, ബാഗ് വെക്കുക എന്നതിന് നമുക്ക് ലീവ് എന്ന് പറയാം. ഡു യു മൈൻഡ് ഇഫ് ഐ ലീവ് മൈ ബാഗ് ഹിയർ ഫോർ 5 minutes. ഡു യു മൈൻഡിന് ശേഷം ഈഫ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ വെക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഡു യു മൈൻഡിന് ശേഷം. നമുക്ക് ഇത് തന്നെ വുഡ് യു മൈൻഡ് ഉപയോഗിച്ചും പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് പറയാം? വുഡ് യു മൈൻഡ് ഇഫ് ഐ ലെഫ്റ്റ് മൈ ബാഗ് ഹിയർ ഫോർ 5 minutes. വുഡ് യു മൈൻഡിന് ശേഷം നമ്മൾ ഇഫ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പക്ഷെ അതിന് ശേഷം ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ആണ്. ലീവ് എന്ന വെർബിന്റെ V2 ആണ് ലെഫ്റ്റ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ലെഫ്റ്റ് മൈ ബാഗ് ഹിയർ ഫോർ 5 minutes. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഇത് നമുക്ക് ഡു യു മൈൻഡ് അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഉപയോഗിച്ച് പറയാം. അതെങ്ങനെയാണ് പറയുന്നത്? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? പിന്നെന്താ പറയുക? വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ട്. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഡു യു മൈൻഡിന് ശേഷം നമ്മൾ ഇഫ് ഐ സിറ്റ് ഹിയർ എന്നാണ് പറയുന്നത്, സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. വുഡ് യു മൈൻഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. നീ എത്ര കാലമായി പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി? ഹൗ ലോങ്. നേരത്തെ പണ്ട് എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. എത്ര കാലമായി, എന്ന് തൊട്ട് എഴുതാൻ തുടങ്ങി എന്നാണ് ചോദിക്കുന്നത്. അതായത് പാസ്റ്റിലെ ഒരു സമയത്തിനെ കുറിച്ചാണ് അറിയേണ്ടത്. ആ പാസ്റ്റിൽ ഏത് സമയം തൊട്ട് ഇപ്പോഴത്തെ ഈ സമയം വരെയും ഈ ആക്ടിവിറ്റി, പുസ്തകം എഴുതുക എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നയാളിന് അറിയേണ്ടത്. നമ്മളിവിടെ ഉപയോഗിക്കുക ഏത് ടെൻസാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത് ഇനി ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്തു പോകാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. എത്ര കാലമായി? ഹൗ ലോങ്. പുസ്തകം എഴുതുക എന്നതിന് എന്ത് പറയാം? ഹാവ് ബീൻ റൈറ്റിംഗ് ബുക്സ്, അങ്ങനെ പറയാം. നീ, സബ്ജക്റ്റ് യു ആണ്. അപ്പോൾ നമ്മൾ ഹാവ് എന്ന ഓക്സിലറി എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വയ്ക്കും. ഹൗ ലോങ് ഹാവ് യു ബീൻ റൈറ്റിംഗ് ബുക്സ്. നീ എത്ര കാലമായി പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയിട്ട്?
ഹൗ ലോങ് ഹാവ് യു ബീൻ റൈറ്റിംഗ് ബുക്സ്. വെർബിൽ ഇങ്ങനെ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ആദ്യത്തെ ഓക്സിലറി മാത്രമേ നമ്മൾ സബ്ജക്റ്റിന് മുന്നിലേക്ക് മാറ്റുള്ളൂ. ഇവിടെ നമ്മൾ ബീനും റൈറ്റിംഗും അത് സബ്ജക്റ്റിന് ശേഷമാണ് വന്നത്. ഹാവിനെ മാത്രമാണ് നമ്മൾ സബ്ജക്റ്റിന് മുന്നിലേക്ക് എടുത്തു വെച്ചത്. ഹൗ ലോങ് ഹാവ് യു ബീൻ റൈറ്റിംഗ് ബുക്സ്. നീ ഇതുവരെയായി എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? നേരത്തെ ചോദിച്ചത് ഒരു കണ്ടിന്യൂസ് ആയ ആക്ടിവിറ്റിയെ കുറിച്ചായിരുന്നു. കണ്ടിന്യൂറ്റിയെ കുറിച്ചാണ് അറിയേണ്ടത്. ഇവിടെ ചോദിക്കുന്നത് കംപ്ലീഷനെ കുറിച്ചാണ്. എത്ര എണ്ണം എഴുതിയിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കാം? ഞാൻ 10 വർഷമായി പുസ്തകങ്ങൾ എഴുതുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ ഞാൻ പറയാം ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ബുക്സ് ഫോർ 10 years എന്നാണ്. ഞാൻ 10 പുസ്തകങ്ങൾ എഴുതി എന്നാണ് പറയേണ്ടതെങ്കിലോ ഞാൻ പറയാം ഐ ഹാവ് റിട്ടൺ 10 books എന്നാണ്. ഞാൻ 10 പുസ്തകങ്ങൾ ഇതുവരെ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് 10 books എന്നല്ല പറയാം. നമുക്കിവിടെ സൂചിപ്പിക്കേണ്ട ആ പ്രവൃത്തി അത് ഫിനിഷ് ആയിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കംപ്ലീഷനിലാണ് നമ്മുടെ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ ഐ ഹാവ് റിട്ടൺ എന്നാണ് പറയാം. ഇത് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലൊരു ഡിഫറൻസ് ആണ്. ആ കണ്ടിന്യൂറ്റിയിലാണ് ഫോക്കസ് എങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ആ കംപ്ലീഷനിലാണ് ഫോക്കസ് എങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ഇവിടെ ചോദിക്കുന്നത് എത്ര പുസ്തകങ്ങൾ ഇതുവരെയായി എഴുതിയിട്ടുണ്ട് എന്നാണ്. അതായത് എത്ര എണ്ണം ഫിനിഷ് ചെയ്തു അതാണ് അറിയേണ്ടത്. നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആണ്. എത്ര പുസ്തകങ്ങൾ, ഹൗ മെനി ബുക്സ്. എഴുതിയിട്ടുണ്ട്, യു ഹാവ് റിട്ടൺ എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം എന്താണ്? ഹാവ് യു റിട്ടൺ. ഹൗ മെനി ബുക്സ് ഹാവ് യു റിട്ടൺ സോ ഫാർ. ഇതുവരെയായി എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതുവരെ എന്ന അർത്ഥത്തിലാണ് സോ ഫാർ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് ഹാവ് പ്ലസ് V3 ആണ്. ഇവിടെ സബ്ജക്റ്റ് യു എന്ന പ്രൊനൗൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചിട്ടുള്ളത്. രാഹുൽ ഇന്ന് അവധിയിലാണോ? ഒരാൾ അവധിയിലാണോ എന്ന് ചോദിക്കാൻ നമുക്ക് ഓൺ ലീവ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൺ ഹോളിഡേ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ അവധി എടുക്കുന്നതിന് എന്തെങ്കിലും പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അസുഖം വന്നതുകൊണ്ടൊക്കെ നമ്മൾ അവധി എടുക്കുന്നതിന് ലീവ് എന്നാണ് പറയാം. രാഹുൽ ഇന്ന് അവധിയിലാണോ? രാഹുൽ അവധിയിലാണ് എന്ന് പറയാൻ രാഹുൽ ഈസ് ഓൺ ലീവ് ടുഡേ എന്ന് പറയും. ഈ ആഴ്ച അവധിയിലാണെങ്കിൽ രാഹുൽ ഈസ് ഓൺ ലീവ് ദിസ് വീക്ക് എന്ന് പറയും. അപ്പോൾ ആണോ എന്ന് ചോദിക്കാൻ നമ്മൾ ആ ഈസിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് വയ്ക്കും. ഈസ് രാഹുൽ ഓൺ ലീവ് ടുഡേ. രാഹുൽ ഇന്ന് അവധിയിലാണോ? ഈ ആഴ്ച അവധിയിലാണോ എന്ന് ചോദിക്കാൻ ഈസ് രാഹുൽ ഓൺ ലീവ് ദിസ് വീക്ക് എന്ന് ചോദിച്ചാൽ മതി. നമുക്ക് ലീവിന് പകരം ഇവിടെ വേണമെങ്കിൽ ഹോളിഡേയും ഉപയോഗിക്കാം. ഈസ് രാഹുൽ ഓൺ ഹോളിഡേ ദിസ് വീക്ക്. ഈ ആഴ്ച രാഹുൽ അവധിയിലാണോ? ഹോളിഡേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആഘോഷം എന്നൊരു എലമെന്റ് കൂടി വരുന്നുണ്ട്. ലീവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അസുഖം വന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ആബ്സെന്റ് ആവുന്നത്. അതിന് ലീവ് എന്ന് പറയും. ഹോളിഡേ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്നതോ അതൊക്കെ അതിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നതോ ഇതെല്ലാം അതിൽ വരുന്നത് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പരസ്പരം നല്ലതുപോലെ അറിയാമോ? ഇതെങ്ങനെയാ പറയുന്നത്? നമുക്കൊരാളെ അറിയാം എന്നതിന് എനിക്ക് അവനെ അറിയാമെന്ന് എങ്ങനെയാ നമ്മൾ പറയാം? ഐ നോ ഹിം. സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. എനിക്ക് അവനെ അറിയാം. എത്ര കാലമായി അറിയാം അതൊന്നും പറയുന്നില്ല. എനിക്ക് അവനെ അറിയാം എന്ന് മാത്രമാണ് പറയുന്നത്. ഐ നോ ഹിം. ഒരുപാട് കാലമായി അറിയാമെന്ന് എങ്ങനെയാ പറയുന്നത്? ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. കുറേ കാലമായി അറിയാം. നമുക്കിവിടെ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് പരസ്പരം നല്ലതുപോലെ അറിയാമോ എന്നാണ്. പരസ്പരം അറിയാമോ എന്ന് ചോദിക്കാൻ നമ്മൾ ഈച്ച് അതർ എന്ന് പറയും. പരസ്പരം അറിയാമോ? ഡു യു നോ ഈച്ച് അതർ? നല്ലതുപോലെ, വെരി വെൽ. ഡു യു നോ ഈച്ച് അതർ വെരി വെൽ. ഇങ്ങനെയാണ് നമ്മൾ നിങ്ങൾക്ക് പരസ്പരം നല്ലതുപോലെ അറിയാമോ. വെൽ അല്ലെങ്കിൽ വെരി വെൽ, നമുക്ക് രണ്ടും ഉപയോഗിക്കാം. ഡു യു നോ ഈച്ച് അതർ വെരി വെൽ. പരസ്പരം അറിയാമെന്നാണ് പറയേണ്ടതെങ്കിലോ വി നോ ഈച്ച് അതർ വെൽ, അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് കുറെ കാലമായി പരസ്പരം അറിയാമോ? ഇവിടെ കുറെ കാലമായി എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏത് ടെൻസാ യൂസ് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് അവനെ അറിയാമെന്ന് പറയാൻ ഐ നോ ഹിം എന്ന് പറയും. കുറെ കാലമായി അറിയാമെന്ന് പറയാൻ ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം എന്നാണ് പറയാം. അതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വേണ്ടത്. നിങ്ങൾക്ക് കുറെ കാലമായി പരസ്പരം അറിയാമോ? ഹാവ് യു നോൺ ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഡു യു നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ എന്നാണ്. കുറെ കാലമായി അറിയാമോ എന്ന് ചോദിക്കാൻ ഹാവ് യു നോൺ, പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. വി ഹാവ് നോൺ ഈച്ച് അതർ എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് ഹാവ് യു നോൺ എന്ന് പറയുന്നത്. നമ്മൾ ഡ്യൂറേഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വേണം. ഡ്യൂറേഷൻ പറയാതെ ഒരു ആക്ടിവിറ്റി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓൺ ഗോയിങ് ആണെന്ന് പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പാസ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക.
നമുക്കൊരാളെ അറിയാം, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും, ഇതെല്ലാം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എനിക്ക് അവനെ അറിയാം, ഐ നോ ഹിം. നിനക്ക് അവനെ അറിയാമോ, ഡു യു നോ ഹിം. നോ എന്ന വെർബ് നമ്മൾ കണ്ടിന്യൂസ് ഫോമിൽ നോർമലി യൂസ് ചെയ്യില്ല. അതായത് ഐ ആം നോയിങ് ഹിം എന്നോ ഐ ഹാവ് ബീൻ നോയിങ് ഹിം എന്നോ ഒന്നും നമ്മൾ പറയില്ല. നോ എന്ന വെർബ് നമ്മൾ ഒന്നുകിൽ സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ പ്രസന്റ് കണ്ടിന്യൂസിലോ നമ്മൾ ഈ വെർബ് യൂസ് ചെയ്യാറില്ല. മുത്തച്ഛൻ ഹോസ്പിറ്റലിലാണ്. ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് പ അങ്ങനെയും പറയാം. ഹോസ്പിറ്റലിലാണ്. ആണ് എന്ന് പറയാൻ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുക. ഈസ്, ആം, ആർ ഇതിന്റെ എല്ലാം അർത്ഥം ആണ് എന്ന് തന്നെയാണ്. ഇവിടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഈസ് ആണ്. ഗ്രാൻഡ് പ ഈസ് ഇൻ ഹോസ്പിറ്റൽ. മുത്തച്ഛൻ ഹോസ്പിറ്റലിൽ ആണ്. ഹോസ്പിറ്റലിന് മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മുത്തച്ഛന് എന്തെങ്കിലും അസുഖം ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മളവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കാത്തത്. നമ്മൾ ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിനെ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അസുഖമായി ഒരാൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഈസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇത് ആർട്ടിക്കിളിനെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവരെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അതിനെങ്ങനെയാണ് പറയുക? ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ ഗ്രാൻഡ് ഫാദർ. അങ്ങനെയാണ് പറയുക. ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ എന്ന് തന്നെ വേണം പറയാം. അവിടെ നമ്മൾ ദ ഹോസ്പിറ്റൽ എന്ന് പറയും. കാരണം നമ്മളെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവിടെ ഒരു മീറ്റിംഗ് പ്ലേസ് ആണ്. പക്ഷെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾക്ക് അത് അവർക്ക് ചികിത്സ ലഭിക്കുന്നതിനുള്ള ഒരു സ്ഥലമാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. മുത്തച്ഛൻ തിങ്കളാഴ്ച മുതൽ ഹോസ്പിറ്റലിലാണ്. കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞത് മുത്തച്ഛൻ ഹോസ്പിറ്റലിലാണ് എന്നാണ്. എപ്പോൾ മുതൽ, എപ്പോൾ തൊട്ട്, സമയമൊന്നും പറയുന്നില്ല. എത്ര കാലമായി ഹോസ്പിറ്റലിൽ, എത്ര സമയമായി ഹോസ്പിറ്റലിൽ, അതൊന്നും പറയുന്നില്ല. ഇവിടെ പറയുന്നത് തിങ്കളാഴ്ച മുതൽ ഹോസ്പിറ്റലിലാണ്. ഇതെങ്ങനെയാണ് പറയുന്നത്? അപ്പൊ ഇവിടെ ഒരു ഡ്യൂറേഷൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഗ്രാൻഡ് ഫാദർ ഹാസ് ബീൻ ഇൻ ഹോസ്പിറ്റൽ സിൻസ് മൺഡേ. ഇവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഈസ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഗ്രാൻഡ് ഫാദർ ഹാസ് ബീൻ ഇൻ ഹോസ്പിറ്റൽ സിൻസ് മൺഡേ. ഈസിന്റെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാസ് ബീൻ ആണ്. ആറിന്റെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാവ് ബീൻ ആണ്. ആമിന്റെ പ്രസന്റ് പെർഫെക്റ്റും ഹാവ് ബീൻ ആണ്. ഗ്രാൻഡ് ഫാദർ ഹാസ് ബീൻ ഇൻ ഹോസ്പിറ്റൽ സിൻസ് മൺഡേ അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ ഇൻ ഹോസ്പിറ്റൽ സിൻസ് മൺഡേ. എത്ര കാലമായി ഈ കാർ നിങ്ങളുടെ കൈവശമുണ്ട്? എന്നാണ് ഈ കാർ വാങ്ങിച്ചത്? എത്ര കാലമായി നിങ്ങൾ ഈ കാർ യൂസ് ചെയ്യുന്നു? ഇതെല്ലാമാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുക. എനിക്കൊരു കാർ ഉണ്ട് എന്ന് ഞാൻ എങ്ങനെ പറയാ? ഐ ഹാവ് എ കാർ എന്ന് പറയും. 10 വർഷമായി എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയാൻ ഞാൻ എന്താ പറയാ? ഐ ഹാവ് ഹാഡ് എ കാർ ഫോർ 10 years എന്ന് പറയും. 10 വർഷമായി. ഞാനിവിടെ ഹാവിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചത്. ഹാവിന്റെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാവ് ഹാഡ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എപ്പോഴും നമ്മൾ ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഹാവ് എന്ന വെർബിന് V3 ആണ് ഹാഡ്. അതുപോലെ തന്നെ ഹാവ് ഹാഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യത്തെ ഹാവ് എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹാവ് ആണ്. അതിൽ വന്നിരിക്കുന്ന ഹാഡ് എന്ന് പറയുന്നത് ഹാവ് എന്ന വെർബിന്റെ V3 ആണ്. അപ്പോൾ ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഐ ഹാവ് ഹാഡ് എ കാർ എന്നാണ്. എനിക്ക് 10 വർഷമായി ഒരു കാർ ഉണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ഹാഡ് എ കാർ ഫോർ 10 years എന്ന് പറയും. നമുക്കിവിടെ ചോദിക്കേണ്ടത് എത്ര കാലമായി ഈ കാർ നിങ്ങളുടെ കൈവശം ഉണ്ട് എന്നാണ്. എത്ര കാലമായി? ഹൗ ലോങ്. പിന്നെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാവ് യു ഹാഡ് ദിസ് കാർ. ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് കാർ. ഇത് ഐ ഹാവ് ഹാഡ് ദിസ് കാർ ഫോർ ഇയേഴ്സ് എന്ന് പറയുന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് കേട്ടോ. ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദിസ് കാർ. എത്ര കാലമായി ഈ കാർ നിങ്ങളുടെ കൈവശമുണ്ട്? എൻ്റെ വയറിൽ ഒരു വേദനയുണ്ട്. സമയമൊന്നും പറയുന്നില്ല. വയറിൽ വേദനയുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. വേദന എ പെയിൻ. വയറ് സ്റ്റൊമക്. ഐ ഹാവ് എ പെയിൻ ഇൻ മൈ സ്റ്റൊമക്. എൻ്റെ വയറിൽ ഒരു വേദനയുണ്ട്. ഐ ഹാവ് എ പെയിൻ ഇൻ മൈ സ്റ്റൊമക്. ഇന്ന് മുഴുവൻ അല്ലെങ്കിൽ രാവിലെ മുതൽ വയറിൽ വേദനയുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ ഇവിടെ നമുക്ക് വേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാവിന്റെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാവ് ഹാഡ് ആണ്. കാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഐ ഹാവ് എ കാർ, ഐ ഹാവ് ഹാഡ് എ കാർ ഫോർ 10 years അങ്ങനെ പറഞ്ഞില്ലേ. അപ്പൊ നമുക്കിവിടെ ഇന്ന് മുഴുവൻ വയറിൽ വേദനയുണ്ട് അല്ലെങ്കിൽ രാവിലെ മുതൽ വയറിൽ വേദനയുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. അപ്പൊ അതെങ്ങനെയാണ് പറയാം? ഐ ഹാവ് ഹാഡ് എ പെയിൻ ഇൻ മൈ സ്റ്റൊമക് ഓൾ ഡേ അല്ലെങ്കിൽ സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ എനിക്ക് വയറിൽ വേദനയുണ്ട്. ഒരാഴ്ചയായി വേദനയുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഹാവ് എ പെയിൻ ഫോർ 1 week എന്ന് പറഞ്ഞാൽ പോരാ. ഐ ഹാവ് ഹാഡ് എ പെയിൻ ഫോർ 1 week അത് തന്നെ വേണം പറയാൻ. നമ്മളിവിടെ നോ എന്ന വെർബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹാവ് എന്ന വെർബും നമ്മൾ പൊതുവെ ING ഫോം യൂസ് ചെയ്യാറില്ല. അതായത് ഐ ഹാവ് ബീൻ ഹാവിങ് എ പെയിൻ എന്ന് നമ്മൾ പറയാറില്ല. നമുക്ക് പക്ഷെ എന്ത് പറയാം? ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് എ പെയിൻ എന്ന് പറയാം. എക്സ്പീരിയൻസ് എന്ന വെർബിന്റെ കൂടെ നമുക്ക് ING ഫോം യൂസ് ചെയ്യാൻ സാധിക്കും. ഹാവ് എന്ന വെർബിന്റെ ING ഫോം നോർമലി നമ്മൾ ഈ ഒരു മീനിങ്ങോട് കൂടി ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുക.
ഐ ഹാവ് ഹാഡ് എ പെയിൻ എന്നാണ് പറയുന്നത്. ഐ ഹാവ് ബീൻ ഹാവിങ് എ പെയിൻ എന്നല്ല പറയുന്നത്. മറ്റു വേർബ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ING ഫോം, അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാൻ സാധിക്കും. വയറുവേദന എന്നതിന് സ്റ്റൊമക് ഏക്ക് എന്നാണ് കേട്ടോ പറയാ. നമ്മൾ വയറിൽ ഒരു വേദന എന്ന അർത്ഥത്തിലാണ് എ പെയിൻ ഇൻ ദ സ്റ്റൊമക് എന്ന് പറയുന്നത്. എനിക്ക് അവനെ അത്ര നന്നായി അറിയില്ല. ഇതെങ്ങനെയാ പറയുന്നത്? നന്നായി അറിയാമെന്ന് എങ്ങനെ പറയും? ഐ നോ ഹിം വെൽ, അല്ലെങ്കിൽ ഐ നോ ഹിം റിയലി വെൽ. എനിക്ക് അറിയില്ല എന്നാണ് പറയേണ്ടത്. നമുക്ക് നെഗറ്റീവ് വെർബാണ് വേണ്ടത്. ഐ നോ ഹിം എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ്സും ക്വസ്റ്റ്യനും ഉണ്ടാക്കാൻ വേണ്ടി ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടെ സബ്ജക്റ്റ് ആയി ആയത് കാരണം നമുക്ക് ഡു വേണം ഉപയോഗിക്കാൻ. ഐ ഡു നോട്ട് നോ ഹിം വെരി വെൽ. എനിക്ക് അവനെ അത്ര നന്നായി അറിയില്ല. ഞങ്ങൾ 1-2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഇതെങ്ങനെയാ പറയുന്നത്? 1-2 പ്രാവശ്യം എന്നതിന് നമുക്ക് എ കപ്പിൾ ഓഫ് ടൈംസ് എന്ന് പറയാം, അല്ലെങ്കിൽ എ ഫ്യൂ ടൈംസ് എന്ന് പറയാം. കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുള്ളൂ. വി ഹാവ് മെറ്റ് ഓൺലി എ ഫ്യൂ ടൈംസ്. ഞങ്ങൾ 1-2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഇനി ഞങ്ങൾ 1-2 പ്രാവശ്യം കണ്ടതേ ഉള്ളൂ, വേറെ പരിചയമൊന്നും ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഓൺലിയുടെ പൊസിഷൻ ഒന്ന് മാറ്റും. വി ഹാവ് ഓൺലി മെറ്റ് എ ഫ്യൂ ടൈംസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ വേറെ ഇൻട്രാക്ഷൻ ഒന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല, എനിക്ക് അറിയില്ല, അയാളെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല എന്നർത്ഥം. ഓൺലി എന്ന അഡ്വർബിന്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് മീനിങ്ങും വലിയൊരു വ്യത്യാസം വരില്ല, പക്ഷെ മീനിങ്ങിലും ചെറിയ വ്യത്യാസം വരും. വി ഹാവ് മെറ്റ് ഓൺലി എ ഫ്യൂ ടൈംസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ 1-2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് അർത്ഥം. വി ഹാവ് ഓൺലി മെറ്റ് എ ഫ്യൂ ടൈംസ് എന്ന് പറയുമ്പോഴോ ഞങ്ങൾ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആയേക്കാവുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ സീരീസിലെ മറ്റു വീഡിയോസും കാണുക. ഗ്രാമർ ലെസൺസോ വർക്ക്ഷീറ്റ്സോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിൽ perfectourenglish.com എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആവശ്യത്തിലധികം ലഭിക്കും.